കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നികേഷിന്റെ അസുഖവിവരം അറിഞ്ഞ് നിധി കിളിക്കൂട്ടിലെത്തിയിരിക്കുക. സുധീഷ് അവളോട് സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധി അവനെ മൈൻഡ് ചെയ്യുന്നില്ല. സുഭാഷ് ഏട്ടൻ നിധിക്ക് ചായ എടുക്കാനായി പോകുമ്പോഴേക്കും ഹരീഷും സുധീഷിനോടായി ഏട്ടത്തി ഇയാളെ മൈൻഡ് ചെയ്യണില്ല, വെറുതെ എന്തിനെങ്ങനെ നാണം കിടണെന്ന് ചോദിക്കേ. ദേഷ്യത്തോടെ പോടാന്ന് പറയുന്നുണ്ട് സുധീഷ്. നിനക്കെപ്പോഴാ പനി തുടങ്ങിയെന്ന് നിധി നികേഷിനോടായി ചോദിക്കേ. ഞാൻ ഇവനെ കഞ്ഞിയും പയറും കൊടുത്തിരുന്നു എന്ന് സുധീഷ് ഇടയ്ക്ക് കയറി വിളിച്ചു പറയുന്നുണ്ട്. ഞാൻ പോയപ്പോഴാണോ, എപ്പോഴാ ഹോസ്പിറ്റലിൽ പോയേ എന്നൊക്കെ നിധി ചോദിക്കേ. കട്ടൻ ചായയും ബണ്ണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽപ്പാ സുധീഷും. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എല്ലാവർക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാ. നിധി ആ ചായ കുടിച്ചുകൊണ്ട് ഈ ചായ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് സുഭാഷ് ഏട്ടാ എന്ന് പറയേ. മോളെ, നീ വരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചേനെന്ന് സുഭാഷ് ഏട്ടനും. അതൊന്നും സാരമില്ല സുഭാഷ് ഏട്ടാ, ഈ ചായ തന്നെ ധാരാളം എന്നവൾ പറയേ. മോളെ, മാവിരിപ്പുണ്ട്, ഞാൻ ദോശ ഉണ്ടാക്കട്ടെ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുക. വേണ്ട സുഭാഷ് ഏട്ടാ, ഈ ഒരൊറ്റ ചായ മതി ഉച്ചവരെ പോവാൻ എന്നവൾ പറയേ. എണിക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നു നികേഷ്. ഇന്ന് രാവിലെയൊക്കെയാ ഇത്തിരിയെങ്കിലും ആശ്വാസമായത് എന്ന് സുഭാഷ് നികേഷിനെ കുറിച്ച് പറയേ. നിധി, ഇനി ഇവിടുന്ന് നേരെ ഓഫീസിലേക്കാണോ നിധി പോണേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നിധി അതിന് മറുപടിയൊന്നും പറയാതെ നിൽക്കെ. ഏട്ടത്തി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് നികേഷും പറയുകയാ. പനി വന്നപ്പോ മുതലേ മോളെ പറ്റി തന്നെയാ സംസാരം. ഏട്ടത്തിയെ കാണണമെന്ന്, നീ ഇവിടുന്ന് പോയതുകൊണ്ട് അവന് പനി വന്നതെന്ന് പോലും തോന്നിപ്പോയി എന്ന് സുഭാഷ് ഏട്ടനും പറയുകയാ. അപ്പോഴാണ് നികേഷ് ചോദിക്കുന്നത്, ഏട്ടത്തി ഇനി തിരിച്ചു പോകുന്നുണ്ടോ എന്ന്. അതുകൾക്ക് നികേഷേ എന്ന് വിളിച്ച് സുഭാഷ് ഏട്ടൻ അവനെ താക്കീത് നൽകുന്നുണ്ട്. നികേഷ് അവിടെ നിന്നും എഴുന്നേറ്റ് നിധിയോടായി, പ്ലീസ് ഏട്ടത്തി, സുധീഷ് ഏട്ടനല്ലേ ഏട്ടത്തിയുടെ പ്രശ്നം, ഏട്ടനോട് വേണമെങ്കിൽ ഇവിടുന്ന് മാറി നിൽക്കാൻ പറയാം എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സുധീഷിനും നെറുകയിൽ കയറുന്നുണ്ട്. പ്ലീസ് ഏട്ടത്തി എന്ന് നികേഷ് വീണ്ടും പറയേ. അത് ശരിയാവില്ല നികേഷേ എന്ന് നിധി പറയുന്നത് കേൾക്കെ ഇപ്പൊ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും എന്ന് ഹരീഷ് ശബ്ദം താഴ്ത്തി സുധീഷിനോടായി പറയുകയാണ്. എടാ, അവൻ അത് പറഞ്ഞപ്പോ സുഭാഷ് ഏട്ടനൊന്നും മിണ്ടുന്നില്ലല്ലോടാ എന്ന് ടെൻഷനോടെ സുധീഷ് അവനോടായി പറയേ. സുഭാഷ് ഏട്ടനും ചിലപ്പോ ആ തോന്നലാവും. കൺട്രോൾ വന്ന പാടെ ആള് പോവണ്ട, നമുക്കങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. സുഭാഷ് നിധിയോടായി, എന്തായാലും വന്നതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം, നിങ്ങൾ സംസാരിച്ചിരിക്കെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണ്. ഹരീഷും സുധീഷും ഉമ്മറത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന അച്ഛനെ കണ്ട് സുധീഷ് ദേഷ്യത്തോടെ, ഇരിക്കുന്ന കണ്ടോ, ഇവിടം വരെ കൊണ്ടെത്തിച്ചപ്പോ സമാധാനമായല്ലോ നിങ്ങൾക്ക് എന്ന് ദേഷ്യത്തോടെ പറയും. ഹരീഷ് അവനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി പടിക്കെട്ടിലിരുത്തുകയാണ്. സുഭാഷ് അപ്പോഴേക്കും നിധിക്കായി ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. നികേഷ് പറഞ്ഞ കാര്യമോർത്ത്, എന്നാലും അവനങ്ങനെ പറഞ്ഞല്ലോടാ എന്ന് സുധീഷ് ചോദിക്കേ. ചിലപ്പോ എങ്ങനെയും ഏടത്തിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ടെക്നിക്കാണെങ്കിലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. എന്നാലും അവൾ അങ്ങനെ പറഞ്ഞല്ലോ. എടാ ഹരീഷേ, നിനക്കും അങ്ങനെ വല്ല തോന്നലും ഉണ്ടോ എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കേ. എങ്ങനെയെന്ന് ഹരീഷും. ഞാൻ ഇവിടെ നിന്നും മാറിയാലും സാരമില്ല എന്നൊരു തോന്നല് എന്ന് സുധീഷ് ചോദിക്കേ. എല്ലാവർക്കും ഓക്കെയാണെങ്കിലേ ഞാൻ എതിര് പറഞ്ഞിട്ട് എന്തിനാ എന്നവൻ പറയേ. പോടാ അവിടുന്ന് എന്ന് പറഞ്ഞ് പിണക്കത്തോടെ ഇരിപ്പാ സുധീഷും. വാ, അവിടെ തീരുമാനം എന്തായിന്ന് നോക്കാം, വാടോ എന്ന് പറഞ്ഞ് ഹരീഷ് സുധീഷിനെ വിളിച്ചുകൊണ്ട് തളത്തിലേക്ക് പോവുകയാണ്. നിധി അവിടെയുള്ള ചെറിയ ടേബിളിലിരുന്ന് ദോശ കഴിക്കാനായി തുടങ്ങിയിരുന്നു. നികേഷും എഴുന്നേറ്റ് പോയി മുഖം കഴുകി സന്തോഷത്തോടെ അവളുടെ അരികിലേക്ക് വന്നിരിക്കെ സുഭാഷ് ഏട്ടൻ അവനും ദോശ കൊണ്ടു കൊടുക്കുകയാ. നിധി നികേഷിനോടായി, മരുന്ന് മുടങ്ങാതെ കഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാം എന്ന് പറയുന്നത് കേൾക്കെ അങ്ങോട്ടെത്തിയ സുധീഷും സന്തോഷത്തോടെ വരാന്ന് എന്ന് ഹരീഷിനോടായി പറയുക. വരുമല്ലോ അല്ലേ, ഉറപ്പല്ലേ എന്ന് നികേഷ് സംശയത്തോടെ ചോദിക്കേ. ഉറപ്പായിട്ടും വരുമടാ എന്ന് ഉറപ്പ് നൽകി നിധി കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകാനായി പോകുന്നുണ്ട്. പിന്നീട് അവൾ കൈ കഴുകി തളത്തിലേക്ക് വന്ന്, ഞാൻ ഇറങ്ങട്ടെ നികേഷേ എന്ന് നികേഷിനോടായി പറയേ. മോളെ, ഞാനേ ബസ് സ്റ്റോപ്പ് വരെ വരാം, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ ഡ്രസ്സ് മാറാനായി റൂമിലേക്ക് പോവേ സുധീഷും പുറകെ പോകുന്നുണ്ട്. അവൻ ഡ്രസ്സ് മാറാനായി തുടങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് വന്ന്, സുഭാഷ് ഏട്ടൻ എന്ത് പണി ഈ കാണിക്കുന്നത്, സുഭാഷ് ഏട്ടനാണോ അവളുടെ കൂടെ പോകുന്നത്, എന്നെ ഒന്ന് പറഞ്ഞയക്കാൻ തോന്നിയില്ലല്ലോ, എന്റെ സുഭാഷ് ഏട്ടനല്ലേ, ഒന്ന് പറഞ്ഞ് ശരിയാക്കോ എന്ന് ചോദിക്കേ. നടക്കില്ല എന്ന് സുഭാഷ്. വാ എന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സുഭാഷും നിധിയോടായി, മോളെ നിധി, ഞാൻ ഇപ്പോഴാ ഓർത്തത്, അടുപ്പത്ത് അരി തിളയ്ക്കുന്നുണ്ട്, അത് വാർക്കണം, ഇവൻ സുധീഷ് കൂടെ വരും എന്ന് പറയുന്നത് കേൾക്കെ ഒന്നും അറിയാത്ത പോലെ, അയ്യോ ഞാനോ എന്ന് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട് സുധീഷ്. സപ്പോർട്ട് ചെയ്യടാ എന്നവൻ ഹരീഷിനോടായി പറയേ. അതെ, സുധീഷ് ഏട്ടന് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ, ഏട്ടത്തിക്ക് വേണ്ടി വാങ്ങിച്ച വണ്ടി പുറത്തിരിപ്പുണ്ട്, അതുമെടുത്ത് ഓഫീസിൽ പോയിക്കൂടെ എന്ന് ഹരീഷ് ചോദിക്കേ. അതിനവൾക്ക് ഓടിക്കാൻ ഇപ്പോഴും അറിഞ്ഞൂടല്ലോ എന്നൊരു ചിരിയോടെ സുധീഷ് പറയുന്നുണ്ട്. അത് കേൾക്കാൻ നിധിയും ദേഷ്യത്തോടെ, ഹരീഷെ എനിക്ക് നടന്നു പോകുന്നതാ ഇഷ്ടം എന്ന് പറഞ്ഞ് തന്റെ ബാഗ് എടുത്ത്
നികേഷിനോട് യാത്ര പറഞ്ഞിറങ്ങേ. സുധീഷും അവളുടെ പുറകെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചല്ലേ അവനെ കാണുന്ന നിധിയും എനിക്കാരും കൂട്ടുവരണ്ട, വഴി എനിക്കറിയാം എന്ന് പറഞ്ഞു പോവാൻ തുടങ്ങേ. ആയിക്കോട്ടെ, ഞാനൊരു വഴിപോക്കനാണെന്ന് കരുതിയാ മതി എന്നവൻ പറയുന്നത് കേൾക്കെ നിധിയും നടന്നു നീങ്ങുകയാ. സുധീഷ് വീണ്ടും അവളുടെ പുറകെ നടന്നു ചെന്ന് ഓഫീസിലേക്കുള്ള ഫാസ്റ്റ് ബസ് എപ്പോഴാണെന്നറിയോ? അല്ല, ചോദിച്ചതാ. ഞാൻ കൊണ്ടാക്കാമെന്നേ. ബസ് കിട്ടിയില്ലെങ്കിൽ എന്റെ വണ്ടി പോവാം, ഞാൻ കൊണ്ടാക്കാം. നിധി എന്തോ ഒന്നും മിണ്ടാത്തെ എന്നൊക്കെ ചോദിച്ച് അവളുടെ പുറകെ പോവേ അവളും അവനെ മൈൻഡ് ചെയ്യാതെ വേഗത്തിൽ നടന്നു നീങ്ങുകയാ. പിന്നീട് അവർ റോഡിലെത്തുമ്പോഴേക്കും സുധീഷ് പുറകെ വരുന്നത് കണ്ട് എന്തിനാ ഇങ്ങനെ പുറകെ വരുന്നേ എന്ന് നിധി ചോദിക്കേ. അല്ല, ഇതാർക്കും തീരെഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ, എന്റെ ഇഷ്ടത്തിന് നടന്നതാണെന്ന് സുധീഷ് പറയേ. എന്തിനാ എന്റെ പുറകെ വരുന്നേന്നാ ഞാൻ ചോദിച്ചേ എന്ന് നിധിയും. നിധിയുടെ പുറകെ വരാനല്ല, ഒപ്പം വരാനാ എനിക്കിഷ്ടം എന്ന് സുധീഷ് പറയേ. എനിക്ക് തനിയെ പോവാനാ ഇഷ്ടം, അതറിയുകയും ചെയ്യാലോ എന്ന് ചോദിച്ച നിധി വീണ്ടും നടക്കാൻ തുടങ്ങുകയാ. സുധീഷും അവളുടെ പുറകെ ചെന്ന് മാഡത്തിനിപ്പോ എല്ലാം തനിയെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, എന്നാലും അത് പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു, അന്ന് ഞാനേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, അതാരും മറക്കരുത് എന്ന് പറയേ. അത് ഞാൻ മറന്നു എന്ന് ദേഷ്യത്തോടെ നിധി. അത് മനസ്സിലായി, ഒരു കാര്യത്തിലേ എനിക്ക് വിഷമമുള്ളൂ, എന്റെ സുഭാഷേട്ടന്റെ വിവാഹം അതിനി നടക്കാൻ പോകുന്നില്ല. ആ സ്ത്രീകൾ വാഴാത്ത വീടാണെന്നുള്ള പേരുദോഷം മാറി കല്യാണം നടക്കുമെന്നുണ്ടായിരുന്നു, ഞാനായിട്ട് തന്നെ അത് തുലച്ചു. പക്ഷെ അതിനുവേണ്ടി ഇയാളോട് അവിടെ വന്ന് താമസിക്കാൻ പറയാൻ പറ്റില്ലല്ലോ, എന്നെ പോലൊരു വൃത്തികെട്ടവൻ ആ വീട്ടിലുണ്ടായി പോയില്ലേ. നിധി, ഞാനിങ്ങനെ കൂടെ വരുന്നത് ശല്യപ്പെടുത്താനല്ല, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ഞാൻ അവിടുന്ന് പോയാ നിധി തിരിച്ചു വരുമോ എന്ന സുധീഷിന്റെ ചോദ്യം കേൾക്കേ സ്പീഡിൽ നടക്കുകയായിരുന്ന നിധി സംശയത്തോടെ തിരിഞ്ഞു നിന്ന് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, നികേഷ് പറഞ്ഞ പോലെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോയാ നിധിക്ക് അവിടെ വന്ന് നിന്നൂടെ? ഞാനാണല്ലോ പ്രശ്നക്കാരൻ മാറിയ പോരെ. അപ്പോ നിധിക്ക് ചേട്ടനായി അനിയന്മാരായി, എന്തിന് അച്ഛനോട് പോലും നിധിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാനാണല്ലോ കുഴപ്പം. അപ്പോ ഞാൻ മാറിയ പ്രശ്നം തീരൂലേ എന്നവൻ ടെൻഷനോടെ ചോദിക്കെ. വെറുതെ വഴിയിൽ വെച്ചൊരു സീൻ ഉണ്ടാക്കാൻ നിക്കല്ലേ, പോയേ എന്ന് പറഞ്ഞ് നിധി വീണ്ടും നടക്കാൻ തുടങ്ങുകയാ. സുധീഷ് വീണ്ടും അവളുടെ പുറകെ ചെന്ന് അയ്യോ, ഞാൻ സീൻ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സത്യം പറഞ്ഞതാ, അന്ന് നടന്നത് തെറ്റുതന്നെയാ, അതിനൊരു 1000 വട്ടം മാപ്പ് പറയാനും ഞാൻ തയ്യാറാ. നിധി എന്നോട് ഇനി മിണ്ടിയിലും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞൂടെ? നിധി ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മൾ രണ്ടുപേരും ഉണ്ടായിരുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരു തവണയെങ്കിലും ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടോ? അന്ന് അങ്ങനെ സംഭവിച്ചതിനൊക്കെ നിധി കൂടി ഒരു കാരണമാണ് എന്നവൻ പറയുന്നത് കേൾക്കെ ഒരു നിമിഷം നിന്ന് ഞാനോ എന്നവൾ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ, നിധി എന്നെ ശരിക്കും അവഗണിച്ചു കളഞ്ഞു, വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കേണ്ടെന്ന് വരെ പറഞ്ഞില്ലേ. അപ്പോ എനിക്കത് ശരിക്കും ടെൻഷനായി. നിധി, സത്യമായിട്ട് ഞാൻ വേറൊരു ഇന്റൻഷനിലും വന്നതല്ല കേട്ടോ, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന നിധി എന്നെ മാത്രം അവഗണിക്കുന്നതിന്റെ സങ്കടം കൊണ്ട് ഞാൻ വന്നതാ. മാത്രമല്ല, ഞാൻ അന്ന് ഇത്തിരി മദ്യപിക്കുകയും ചെയ്തിരുന്നു എന്നവൻ പറയേ. നിധി ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട്. അയ്യോ, മദ്യം ഒരു കാരണമായി ഞാൻ പറഞ്ഞതല്ല, ഓവറോൾ അന്ന് നടന്നത് തെറ്റു തന്നെയാണ്. നിധി, എന്നോടൊന്ന് ക്ഷമിക്ക് പ്ലീസ്. ഇയാളൊന്ന് ആലോചിച്ച് നോക്കിയേ, തക്കലയിൽ ഇയാളുടെ വീട്ടിൽ ഒരു മുറിയിൽ കിടന്നപ്പോഴും ഞാൻ ഇയാളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അന്ന് എന്തെങ്കിലും ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് സുധീഷ് ചോദിക്കേ. ഹലോ എന്ന് ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട് നിധി. അല്ല, ചെയ്തിരുന്നെങ്കിൽ ബഹളം വെച്ച് വീട്ടുകാർ വന്നേനെ എന്ന് ഞാൻ പറയുകയായിരുന്നു. ആക്ച്വലി ഞാൻ പറഞ്ഞു വരുന്നത് ഇയാൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വൃത്തികെട്ടവനല്ല ഞാൻ എന്നാണ് പറഞ്ഞു വന്നത്. അത്യാവശ്യം യോഗ്യനായ ഒരാൾ തന്നെയാണ് ഞാൻ, അല്ലേ? ഒരേ ഒരു തവണ അബദ്ധം പറ്റി, അതിന് എന്നോടൊന്ന് ക്ഷമിച്ചൂടെ? നിധി, ഒന്ന് ക്ഷമിച്ചു തുലയ്ക്ക് നിധി എന്നവൻ പറയുമ്പോഴേക്കും ഒരു ഓട്ടോ അങ്ങോട്ട് വരികയാ. നിധി മറുപടി ഒന്നും പറയാതെ പെട്ടെന്ന് ഓട്ടോ കൈകാണിച്ചു നിർത്തി അതിലേക്ക് കയറുമ്പോഴേക്കും നിധി, പോവല്ല നിധി എന്ന് സുധീഷ് വിളിച്ച് പറയുന്നുണ്ട്. നിധി, ഒന്ന് പറഞ്ഞിട്ട് പോ നിധി എന്ന് സുധീഷ് പറയുന്നുണ്ടെങ്കിലും അവന് മൈൻഡ് ചെയ്യാതെ ചേട്ടാ ശാസ്തമംഗലം എന്ന് നിധി പറയെ ഓട്ടോക്കാരനും ഓട്ടോ എടുത്തു പോവുകയാ. നിധി എന്ന് വിളിച്ച് ടെൻഷനോടെ നിൽക്കുകയായിരുന്ന സുധീഷും ശാസ്തമംഗലം എന്ന് മനസ്സിലോർത്ത് അവിടുന്ന് പോവുകയാ. ഓട്ടോയിലിരിക്കായിരുന്ന നിധിയും സുധീഷിനെ കുറിച്ച് തന്നെ ഓർക്കുകയാ. അന്ന് നിധി വീട് വിട്ട് പോകാനിറങ്ങിയ സമയത്ത് നിധി ഇവിടം വിട്ട് പോവണ്ട, ഇവിടെ തന്നെ കഴിഞ്ഞു, ഞാൻ വേണമെങ്കിൽ പോയിക്കോളാമെന്ന് സുധീഷ് പറയുന്നതും നടന്നത് വലിയ തെറ്റു തന്നെയാ. സോറി, പക്ഷേ വീട് വിട്ട് പോകല്ലേ ഏടത്തി പ്ലീസ് എന്ന് നികേഷ് കൈകൂപ്പി പറഞ്ഞതും ഹോസ്റ്റലിൽ തന്നെ കാണാനെത്തിയ അച്ഛൻ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് കുടുംബമായി ജീവിക്കേണ്ടെന്ന് ഞാനാ പറഞ്ഞവനെ ഇളക്കി വിട്ടത്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ എനിക്കറിയില്ല, സുധീഷ് അന്ന് അങ്ങനെ പെരുമാറിയതിന്റെ കാരണം ഞാനാ മോളെ എന്ന് അച്ഛൻ പറഞ്ഞത് മുറുകെ നിധി ആകെ കൺഫ്യൂഷനിലാവുകയാ. പിന്നീട് ഓഫീസ് വിട്ടിറങ്ങി നിധി ദിവ്യയുടെ കൂടെ നടന്നു വരുമ്പോഴാണ് സുധീഷ് പിറകെ ഓടി വന്ന് നിധി എന്ന് വിളിക്കുന്നത്. അതുകൾക്ക് ദിവ്യം തിരിഞ്ഞു നോക്കി. നിധി, ഏതോ ഒരു കോഴി പുറകിൽ നിന്ന് കൊക്കിക്കൊണ്ട് വരുന്നുണ്ട്, നോക്കല്ലേ, നോക്കിയാ പിന്നെ ചിരിച്ചോണ്ട് വരും എന്ന് പറയേ. സുധീഷ് വീണ്ടും എന്ന് വിളിക്കുക. ദിവ്യ പെട്ടെന്ന് നിലത്തുനിന്നൊരു കല്ലെടുത്ത് പോ കോഴി എന്ന് പറഞ്ഞ് സുധീഷിനെ എറിയേ. കോഴിയോ എന്ന് സുധീഷും. അത് സുധീഷാണെന്ന് ദിവ്യ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സോറി നിധി, നിന്റെ റിലേറ്റീവ് ആണെന്നത് കണ്ടില്ല എന്ന് ദിവ്യ ടെൻഷനോടെ പറയേ. അത് സാരമില്ല, ഒരു 2 മിനിറ്റ് ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ നിധി സുധീഷിന്റെ അരികിലേക്ക് പോവുകയാ.
നിങ്ങൾക്ക് എന്താ വേണ്ടേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കെ. അറിയാം, നിധിക്ക് എന്നെ കാണുന്നതേ കലിയാണെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇഷ്ടമല്ലെന്നും അറിയാം. പക്ഷേ എനിക്ക് ഇവിടെ വന്ന് നിന്നേ പറ്റൂ. കാരണം ചോദിക്കും നിധി. ചോദിക്കില്ല അല്ലേ? ഞാൻ തന്നെ പറയാം. കാരണം ഞാൻ ഒരു മാനം കെട്ടവൻ, തെറ്റ് ചെയ്തവൻ വന്ന് നിന്നല്ലേ പറ്റൂ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് പോലെ തെറ്റ് ചെയ്തവൻ മാപ്പപേക്ഷിച്ചല്ലേ പറ്റൂ. പ്ലീസ് ദയവ് ചെയ്ത് വീട്ടിലേക്കൊന്ന് തിരിച്ചു വരണം. എനിക്ക് വേണ്ടി വരണ്ട, വീട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് വരണം പ്ലീസ്. ഇപ്പൊ വീട്ടിലുള്ളവർ ആരും എന്റെ അടുത്ത് സംസാരിക്കാറില്ല നിധി. കുറ്റബോധം കൊണ്ട് ഞാനിപ്പോ ഒരു യന്ത്രം പോലെ ആയിരിക്കുക. കരയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു യന്ത്രം. നിധി വീട്ടിലുള്ളപ്പോ വീടൊരു ഉദ്യാനം പോലെ ആയിരുന്നു. ഉദ്യാനം, പൂന്തോട്ടമേ. ആ പൂന്തോട്ടത്തിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. സന്തോഷത്തിന്റെയും ചിരിയുടെയും പൂക്കൾ, സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും പൂക്കൾ. ഇപ്പോ അതെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. ഞാൻ വലിയ ഡയലോഗ് അടിക്കുകയാണെന്ന് നിധി കരുതരുത്. ഇവിടെ എന്റെ നെഞ്ചിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഈ വാക്കുകളിൽ സത്യവും ആത്മാർത്ഥതയും മാത്രമേ ഉള്ളൂ നിധി. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം. പക്ഷേ അതെന്റെ വീട്ടുകാരെന്തിനു അനുഭവിക്കണം? സുഭാഷ് ഏട്ടൻ നിധിയുടെ ചേട്ടനായിരുന്നില്ലേ? നികേഷ് കുഞ്ഞനിയനായിരുന്നില്ലേ? അവരൊക്കെ ഇപ്പോ എന്തുമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്ന് നിധിക്കറിയോ? അതെല്ലാം കാണുമ്പോ കുറ്റബോധം കൊണ്ട് എന്റെ നെഞ്ച് പിടയാ. നിധി, കുറ്റങ്ങളെല്ലാം എന്റെയാ. ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. രാവിലെ പറഞ്ഞതുപോലെ ഞാൻ ദൂരേക്ക് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. നിധി തിരിച്ചു വരണം പ്ലീസ് എന്നവൻ പറയേ. ശരി, ആദ്യം നിങ്ങൾ പോ. നിങ്ങൾ വീട് വിട്ടു പോയതിനു ശേഷം ഞാൻ വരുന്നതിനെ പറ്റി ആലോചിക്കാം എന്നവൾ പറയുന്നത് കേൾക്കെ. അല്ല, സത്യമായിട്ടും അങ്ങനെയാണോ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. എന്ത് സംശയം? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളല്ലേ അവിടെയുള്ള ഒരേ ഒരു പ്രശ്നം. നിങ്ങൾ പോയാ പിന്നെ എനിക്കെന്ത് പ്രശ്നമാ ഉള്ളത്? നിങ്ങൾ പറഞ്ഞത് ശരിയാ. എനിക്ക് ആ വീട്ടില് സന്തോഷം തന്നെ ആയിരുന്നു. അത് നശിപ്പിച്ചതും നിങ്ങളാ. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഒരു മെസ്സേജ് ഇട്ടാ മതി. ഞാൻ തിരിച്ചു വരുന്നതിനെ പറ്റി ആലോചിച്ചോളാം എന്നവൾ പറയേ. മെസ്സേജോ എന്ന് സുധീഷും. അല്ലെങ്കിൽ നിങ്ങളെ യാത്ര പറയാനൊന്നും പറഞ്ഞു വന്ന് നേരത്തെ പറഞ്ഞ പോലുള്ള പുളിച്ച ഡയലോഗുകൾ പറയും. അത് കേൾക്കുമ്പോ എനിക്ക് വീണ്ടും ദേഷ്യം വരും. അതുകൊണ്ട് കുറ്റബോധം കൊണ്ട് നീറിപ്പുകയുന്ന ഈ യന്ത്രം എനിക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി എന്ന് നിധി പറയേ. അല്ല, ഇത് ശരിക്കും ആലോചിച്ചിട്ട് തന്നെ പറയുന്നതാണോ എന്ന് സുധീഷും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? അപ്പോ വീട് വിട്ട് പോകാമെന്ന് വെറുതെ തട്ടിവിട്ടതാ? ആസ് യൂഷ്വൽ അടുത്ത കള്ളം അല്ലേ എന്നവൾ ചോദിക്കേ. അയ്യോ അല്ല, ഞാൻ പൊക്കോളാം. ഞാൻ എവിടേക്കെങ്കിലും പൊയ്ക്കോളാം. പക്ഷെ അതിനു മുമ്പ് ക്ഷമിച്ചു എന്നൊരു വാക്ക് നിധി എന്റെ അടുത്ത് പറയണം. ഈ ഒരൊറ്റ സംഭവം വെച്ച് നിധി എന്നെ അളക്കരുത്. ഞാൻ എത്രയോ നല്ല കാര്യങ്ങൾ നിധിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ച് എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഞാൻ പൊക്കോളാം എന്ന് സുധീഷ് പറയേ. അതൊന്നും പറ്റില്ല. വീട് വിട്ട് പോയതിനു ശേഷം മെസ്സേജ് അയക്കേ. ക്ഷമിച്ചോ ഇല്ലയോ എന്ന് അപ്പോ തിരിച്ച് മെസ്സേജ് അയക്കാം എന്ന് നിധി പറയേ. ശരി, ഞാൻ ഇപ്പൊ തന്നെ വീട്ടിൽ പോയി പാക്ക് ചെയ്തിട്ട് മെസ്സേജ് അയക്കാം എന്ന് സുധീഷ് പറയേ. പക്ഷേ നിങ്ങൾ തിരികെ വരില്ലെന്ന് എന്താ ഉറപ്പ്? പോയി 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വലിഞ്ഞു കയറി വന്നാലോ എന്ന് നിധി ചോദിക്കേ. ചെരുപ്പ് വെച്ച് അടിക്കണം എന്നെ. ഈ കാലിൽ കിടക്കുന്ന ഈ ചെരുപ്പില്ലേ, ഞാഞ്ഞു തല്ലിക്കോ പോരെ എന്ന് സുധീഷിന്റെ ചോദ്യം കേൾക്കേ നിധിക്കും ചിരി വരികയാ. അവൾ ചിരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ സുധീഷും ചിരിക്കുന്നുണ്ട്. ദേഷ്യം കുറഞ്ഞു വരണേ ഭഗവാനെ എന്ന് മനസ്സിൽ പറഞ്ഞ്. പിന്നെ വീട്ടിലേക്ക് വരാൻ വേറൊരു പ്രധാന കാരണം കൂടിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. അത് പറഞ്ഞ ഇയാൾ ഉറപ്പായിട്ടും വരും എന്ന് സുധീഷ് പറയും. അതെന്താ എന്ന് സംശയത്തോടെ നിധിയും. ഇയാൾക്ക് വേണ്ടി വീട്ടിൽ പണിയുന്ന എക്സ്ക്ലൂസീവ് ബാത്റൂം ഇല്ലേ, അതിന്റെ പണി കഴിയാറായി. ഞങ്ങളാരും എന്തായാലും അത് ഉപയോഗിക്കാൻ പോകുന്നില്ല. അത് വെറുതെ അടച്ചിടാതിരിക്കാനെങ്കിലും അങ്ങോട്ട് വന്നൂടെ എന്ന് സുധീഷിന്റെ ചോദ്യം കേൾക്കെ നിധി പൊട്ടിച്ചിരിക്കുക. അത് കാണേ സുധീഷും ആശ്വാസത്തോടെ ഹാവൂ എന്ന് പറയേ. ഇതിനു വേണ്ടി വരാനൊന്നും പറ്റില്ല. ആദ്യം വീട്ടിൽ നിറങ്ങി പോയിട്ട് എന്നെ അറിയിക്കേ, ഞാൻ എന്നിട്ട് വരാം എന്ന് തീർത്തു പറഞ്ഞവൾ നടന്നു നീങ്ങുകയാ. നിധി ദിവ്യയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ദിവ്യ ആരെയോ വിളിച്ച് കോൾ വെക്കുകയായിരുന്നു. എല്ലാം ഓക്കെ ആണോ എന്ന് ദിവ്യ ചോദിക്കേ. ഓക്കെ, പോവാമെന്ന് നിധി പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി നടന്നു നീങ്ങുക. സുധീഷും അവൾ പോകുന്നത് നോക്കി സംശയത്തോടെ കാര്യമായിട്ട് പറഞ്ഞതാണോ? ദേഷ്യം കുറഞ്ഞെങ്കിൽ അവൾ ഉറപ്പായിട്ടും തിരിഞ്ഞു നോക്കും എന്ന് മനസ്സിൽ പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുന്നത് നോക്കി നിൽപ്പാ. നോക്ക് നിധി നോക്ക് എന്നൊക്കെ പറഞ്ഞവൻ പ്രതീക്ഷയോടെ നോക്കി നിൽപ്പുണ്ടെങ്കിലും നിധി തിരിഞ്ഞു നോക്കാതെ ദിവ്യയോട് സംസാരിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. പിന്നീട് രാത്രിയാവുമ്പോൾ നിധി ഹോസ്റ്റലിൽ തന്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്യുകയാ. അങ്ങോട്ട് വന്ന ദിവ്യയും വന്നതും പോകുന്നതുമൊക്കെ പെട്ടെന്നായല്ലോ നിധി എന്ന് ചോദിക്കേ. പോവാതെ പറ്റില്ലെന്നായി എന്ന് നിധി പറയേ. അപ്പോ റിലേറ്റീവിനെ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ലേ എന്ന് ദിവ്യ ചോദിക്കുക. ദിവ്യ, താൻ വിചാരിക്കുന്നത് പോലത്തെ ഒരു ബന്ധമല്ല എനിക്ക് സുധീഷുമായിട്ടുള്ളത്. പിന്നെ ഞാൻ പോകുന്നതിന്റെ കാരണം അത് തികച്ചും കുടുംബപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എടുത്താൽ മതി. അതില് നിങ്ങളാരും കഷ്ടപ്പെട്ട് പ്രേമം തുന്നി പിടിപ്പിക്കണ്ട എന്ന് നിധി തീർത്തു പറയേ. ആയിക്കോട്ടെ നിധി, നീ തീരുമാനിക്കുന്നു, ചെയ്യുന്നു. അതിന് ഞങ്ങൾക്ക് എന്തു കാര്യം? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയും, അത് ഞാൻ ചെയ്തോളാമെന്ന് ദിവ്യ പറയുക. നീ ഒരു നല്ല സുഹൃത്താ ദിവ്യ. പക്ഷേ എല്ലാം എല്ലാരോടും പറയാനാവില്ലല്ലോ. അത്രയുള്ളൂ. എന്നോട് ദേഷ്യം തോന്നരുതെന്ന് നിധിയും. എന്തിന്? നീ വേഗം പാക്ക് ചെയ്തിട്ട് വാ എന്ന് ദിവ്യ പറയേ. നിധി തന്റെ ബാഗ് പാക്ക് ചെയ്യാനായി തുടങ്ങുക. പിന്നീട് അവൾ തന്റെ ബാഗും എടുത്ത് ദിവ്യയുടെ കൂടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ട്. അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ സുഭാഷ് ഏട്ടനും നികേഷും അവളെ വെയിറ്റ് ചെയ്തിരിക്കുക. നിധിയും ദിവ്യയും വാർഡനുമെല്ലാം അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നുണ്ട്.
ദാ മേഡം എന്ന് പറഞ്ഞവൾ റൂമിന്റെ കീ നൽകിയേ. ഒരു മാസത്തെ വാടക ഇനി തിരിച്ചു കിട്ടില്ല കേട്ടോ എന്ന് വാർഡനും പറയുന്നു. അത് സാരമില്ല മാഡം, ശരിയെന്ന് നിധി പറയെ. എടത്തി ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞ നികേഷ് നിധിയുടെ ബാഗ് വാങ്ങിക്കുക. അങ്ങനെ ദിവ്യയുടെ യാത്ര പറഞ്ഞ് നിധിയെയും കൂട്ടി സുഭാഷും നികേഷും ഹോസ്റ്റലിന്റെ പടിയിറങ്ങുകയാണ്. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. നിധി തിരികെ വീട്ടിലേക്ക് തന്നെ വരുമെന്ന് താൻ ഉറച്ചു വിശ്വസിച്ചിരുന്നുവെന്നും അതിന് കാരണം അവളുടെ കഴുത്തിലെ താലി അഴിക്കാത്തതാണെന്നും സുധീഷ് പറയുന്നത് കേൾക്ക് ദേഷ്യത്തോടെ നിധി താലി അഴിച്ചു നൽകുന്നതും സുധീഷിനോട് ഡിവോഴ്സ് ആവശ്യപ്പെടുന്നതുമെല്ലാമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.